പപ്പടം പൊട്ടിച്ചു നോക്കാം. എന്താ കുഞ്ഞിനെ കൊണ്ടൊക്കെ നേരത്തെ പോയാണെങ്കിൽ അവള് കുറച്ച് സമയമായി പോയിട്ട് ഇപ്പം വരും. പിന്നെ പെണ്ണ് വരുമ്പോ ചാണ്ടോളം മുറിച്ചിട്ടുണ്ട്. ഇതൊക്കെ പുരുട്ട് വെച്ചാൽ നല്ല രസമാണ്. എന്നാ പോയിട്ട് ഞാൻ മുറിച്ചിട്ട് വരാം. അവള് വന്നിട്ട് കരിയാക്കിക്കോട്ടെ. അങ്ങോട്ട് പോകുമ്പോ ശ്രദ്ധിച്ചു പോണേ, വെളുക്കുണ്ടാവും. ചേമ്പെല്ലാം നട്ടിട്ട് എന്ത് കാര്യം? കുറച്ച് വലുതാകുമ്പോ പന്നി പറ്റിയിട്ട് പോകും. ഇതാ കഴിയുന്നേ. ഇങ്ങനെ ഉള്ളി കൊണ്ടച്ചാ ഓള് വരുമ്പോ എടുത്തോട്ട് കുടിക്കാൻ വെള്ളം വേണാ? വെള്ളമൊന്നും വേണ്ട ജാനകി. നീ എന്താ വൈകിന് കൊറേ സമയല്ല പറ്റി? അമ്മ ഞാൻ കുഞ്ഞിനെ കൊണ്ടാക്കിട്ട് കണ്ടോന്നറിപ്പോയി കണ്ണിന്റെ പൈസ ഇറക്കാൻ വേണ്ടി. നിന്റെ അച്ഛൻ നിന്നെ നേരത്തെ ചോദിച്ചിനി. താഴെ എരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഇട്ട് വെച്ചാൽ നല്ല രസം ഉണ്ടാവും. ഓ അച്ഛൻ താണ്ടോളം അരിഞ്ഞോണ്ടിച്ചിനാ? എന്നാ താണ്ടോളിയും ചക്കക്കുരു മോര് വെച്ചിട്ട് വെക്കാട്ടാ. ഇന്നലെ നേരത്തെ മത്തി കൊണ്ടുവന്നതുണ്ട്, മത്തിക്കറിയും ആക്കാം. അമ്മ ഒരു ഗ്ലാസ് വെള്ളം നോട്ടി, ഭയങ്കര ദാഹം. ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊട്ടാൻ പെണ്ണിന് ആ താണ്ടോളം ഇങ്ങോട്ട് എടുത്തോ. ഇതാ മോളെ വെള്ളം. ഒരു താണ്ട പോലെ ഇതാ കൊണ്ടച്ച വെള്ളം കൊണ്ടാ, ഗ്ലാസ് ഒന്നും വേണ്ട. നല്ലോണം താഴ്ചന്നല്ലോ മോളെ. മൂടി എടുത്തു എടുത്തിട്ടല്ലേ എന്നാച്ചാ കൊണ്ട താണ്ടോളം ഉണ്ടാ. ചക്കക്കുരു ഇട്ടിട്ട് മോര വെച്ചിട്ട് വെക്കാട്ടാ. ഞാൻ വേഗം പോയിട്ട് ആക്കട്ടെ. ഞമ്മ ദാഹിച്ച് ചത്തിരുമേ. വെള്ളം ഞാൻ ഏടപ്പുമ്പോ വെള്ളം എടുക്കലുണ്ട്. മഴയായതുകൊണ്ടാണ് എടുക്കാൻ. എന്നാ പിന്നെ ശരി കേട്ടാ, പോയിട്ട് വരെ. ഓ ചക്കക്കുരു എടുത്തിട്ട് അമ്മക്ക് തന്നെ കൊണ്ട് കൊടുക്കട്ടെ. എന്നാ വേഗം പണിയും. അപ്പൊ 11:45 ചൂടുവെള്ളായിനെ. എന്നാ പിന്നെ കുളിച്ചൊക്കെ വരുന്നു. ഇരുന്നാ പിന്നെ ആവൂല. ചക്കക്കുരു എടുത്തിട്ട് ഞാൻ തറവാട്ടിലേക്ക് വന്നിട്ടായില്ലേ. അപ്പൊ അമ്മ കുളിക്കാൻ കയറിയുന്നു. എന്റെ അച്ഛൻ വന്ന് ഞാൻ കൂടാറില്ല. അച്ഛൻ തൊഴിലറിഞ്ഞിരുന്നുണ്ട്. വേഗം ആവാൻ വേണ്ടിട്ടാണ്, സമയം വൈകിട്ടാണല്ലേ. ഞാൻ തന്നെ ആക്കും അല്ലച്ചാ അല്ലേ? പാട് വൈകിയില്ലേ? പാട് വൈകൂലേ? 12 മണിയായി. അച്ഛ ഇത് നോക്കറ ഓരോന്നെല്ലാം കറുപ്പ് കളറായിട്ട്. അന്നൊന്ന് ചെള്ളായിട്ടാന്ന് തോന്നല്ലേ? മേലെ ചക്ക പിടിച്ച പിന്നെ പറിക്കാൻ കഴിയുമോ? കേറാനും പറ്റൂല, കൊക്കും പറ്റൂല. പിന്നെ എന്നാ വേണ്ട? ചക്ക എല്ലാം നിലം പതിച്ചു. എല്ലാം കഴിഞ്ഞു. ഇങ്ങനൊരു ഇതല്ലേ വേണ്ട അല്ല. അതിന് കൊമ്പ് കിട്ടും. നിങ്ങക്ക് പരിപ്പടക്ക് പല്ലുണ്ടാ? പരിപ്പട തിന്ന പല്ലുണ്ടാ? മുമ്പിലത്തെ പല്ലുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കൂലേ? അമ്മക്കാണ് പരിപ്പട കൊടുക്കണ്ട. അമ്മ വൈകുന്നേരം ആക്കോ. അച്ഛ എന്നാ അടുപ്പത്ത് അമ്മ ഇത് കഴിഞ്ഞു. എന്നിങ്ങ പോയിക്കോ, ഉള്ളിലേക്ക് പോയിക്കോ.
എന്നാ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങി. ചക്കക്കുരുവും ചേമ്പും തണ്ടും മോര് ഒഴിച്ച കറി. ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ്. ചക്കക്കുരുവിന് കുറച്ചധികം വേവുണ്ടായതുകൊണ്ട് ആദ്യം നമ്മൾ ചക്കക്കുരു വേവിച്ചെടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പാകത്തിന് വെള്ളം, കുക്കറിൽ വെച്ചിട്ട് വേഗം വേവിക്കാം. സമയം കുറേ വൈകി. അപ്പം നമ്മളെ ചക്കക്കുരു നല്ല വൃത്തി വെന്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടക്കാൻ പറ്റുന്നതിൽ ഞാനിത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ അതിലേക്ക് ചേമ്പിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കേ. അപ്പം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും പച്ചമുളകും മാത്രമാണ്, ഇതിൽ ജീരകമൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മളെ ചേമ്പിൻ പോള നല്ല വൃത്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊന്ന് വൃത്തി തിളക്കട്ടെ, അന്നേരം മോര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പും തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തൈര് മിക്സിയിലൊന്ന് കറക്കി കൊടുത്തിട്ട് അതും കൂടി ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കറിവേപ്പിലയും കൂടി ഇടേ. അപ്പോൾ ചെറുങ്ങനെ തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് എടുത്ത് വെക്കാം. ഇനി കറിയിലേക്ക് വറുത്തൊഴിക്കാനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉലുവ, കുറച്ചേ ഉള്ളൂ. മുളക് ഇട്ടിട്ടുണ്ട്. വറ്റൽ മുളകല്ല, പച്ചമുളകാണ്. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കേ. നമ്മുടെ ചക്കക്കുരു ചേമ്പിൻ പോള മോര് കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. അച്ഛനും അമ്മക്കും കറി കൊണ്ട് കൊടുക്കേ. ഇപ്പം തന്നെ 1:30 കഴിഞ്ഞു. അച്ഛൻ 1:30 തന്നെ കഴിക്കുന്നതാണ്. മീനാക്കാൻ ഇപ്പോൾ സമയമില്ല, ഇനി വൈകുന്നേരം കൊടുക്കാം. അച്ഛാ, ഈ കറി ആയിട്ട് മീൻ വെക്കാൻ സമയം കിട്ടിട്ടോ. വൈകുന്നേരം വരട്ടാ. പാട് കഴിഞ്ഞതാ കുടിക്കലായിട്ടേ. ഞാനീ കൊറേ സമയമില്ല അവള് പോയിട്ട്. മീൻകറി വറ്റിച്ചെടുക്കണ്ടേ? അങ്ങനെയല്ലേ മീൻകറിയാക്കി കുറഞ്ഞു. മീൻ്റെ ഒരു മണം ജാനകി, അല്ലാണ്ട് എങ്ങനെ ചോറ് വയ്ക്കല്? പാവം തന്നെയല്ലേ അത്, ആ പെണ്ണിന് ആദ്യം പണിയാക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ കഴിച്ചിട്ടല്ല പെട്ടെന്ന് ഞാനൊരു മീൻ കറി ആക്കുന്നത്. അങ്ങനെയാണ് എന്റെ അച്ഛന് മീനില്ലാണ്ട് പറ്റൂല. ഓ അത് സാറില്ല, ഞാൻ പെട്ടെന്ന് ആക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചാറ് കേട്ടാ. അച്ഛ ഈ കറി എങ്ങനെയുണ്ട് അച്ഛാ? ഇത് നല്ല കറിയാ അമ്മേ. പിന്നെ എന്റെ മത്തി കറിയോ? മത്തി മൂത്തല്ല, മത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല മത്തിയല്ലേ? പുളിയെല്ലാം ഇട്ടിട്ട് കുഞ്ഞു മത്തിയല്ലേ? കുഞ്ഞു മത്തി ഓടിച്ചൊരു കറിയാക്കിയാണ്, പൊള്ളിച്ചോണ്ടോ. നമ്മൾ ചോറ് കഴിക്കാ. എന്നാ പിന്നെ നമ്മയും ചോറ് കഴിക്കലായി. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 2:30 ആവാനായി അല്ലേ? ഇവള് പിന്നെ കണ്ടമാറെ പോയിട്ട് വരാൻ കുറച്ച് വൈകിനി, അതാണ് കുറച്ച് കറിയാകാൻ വൈകിയത്. മത്തി ഉണ്ടായിന്, ഇന്നലെ വാങ്ങിയ മത്തി ഉണ്ടായിന്, ആ ഫ്രിഡ്ജിൽ വെച്ചിന്. പക്ഷെ അത് നേരത്തെ എടുത്ത് കറിയാക്കാൻ ആയിട്ടില്ല അല്ലേ? അപ്പോൾ അച്ഛന് അതൊന്ന് വെറ്റിച്ച് കൊണ്ട് കൊടുത്തിന്, ചാറാക്കിട്ടുണ്ടല്ലേ? ചാറാക്കിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അച്ഛന് മീനിന്റെ ചാറ് ഇഷ്ടമാണ്. നമുക്കെന്നാ അപ്പം കറി ഇന്നലത്തെ ഒരു പൊരിയുടെ ബാക്കിയുണ്ട് കേട്ടോ. ഭാഗ്യം. ബാക്കിയുടെ മത്തി അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലേ? വൈകുന്നേരം ആക്കാം, നമുക്ക് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി നമ്മുടെ ചേമ്പിൻ്റെ പോളയും ചക്കക്കുരു തൈരും കറി.
നല്ല കുറുകിനി അല്ലേ കറി? ചക്കക്കുരു ഇട്ടാൽ നല്ല കൊഴുപ്പുണ്ടാവും. നല്ല കൊഴുപ്പിലെ കറിയാണ്. കഴിച്ചു നോക്കട്ടെ. ഇതെന്ത് ഉണ്ടാ? ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. വേറെ പപ്പടമുണ്ട്. ഇതാ ഇന്നലത്തെ ഒരു മീനിൻ്റെ പൊരി, അതൊന്ന് ചൂടാക്കി എടുത്തി കേട്ടാ. ആദ്യം ലതേനെ ഒന്ന് കഴിച്ചു നോക്കട്ടെ, ലതയുടെ കറിയും കൂട്ടിയിട്ട്. ഇതുണ്ട് രസമുണ്ടാ? അല്ല തന്നെ. എന്നാൽ പിന്നെ മീൻ പൊരി എടുത്തായിരുന്നു ഒരു കഷ്ണം എടുത്തോ. എനക്കും വെച്ചക്കണേ. ആ പൊതി എടുത്തോ പൊതി എടുത്തോ. മതിയാ കഴിക്ക്. എന്നാ പിന്നെ ഞാനും കഴിക്കട്ടെ. എന്തെന്ന് നോക്കട്ടില്ല അതേ കറി. നല്ല രസം. അച്ഛനെ ഇഷ്ടപ്പെട്ടിനെ? അതെയാ, ചക്കക്കുരുവിന്റെ അച്ഛനെക്കാട്ടി ഇഷ്ടം അമ്മക്കായിരിക്കും അല്ലേ? അച്ഛൻ മീൻ കറിയാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കറി നല്ല കിടക്കാച്ച് കറിയാണ് കേട്ടോ. സംഭവം അടിപൊളി. കറി കുറച്ചും കൂടെ വേണ്ടി വരും. പിന്നെ പപ്പടം പൊട്ടിച്ച് നോക്കാം. പപ്പടങ്ങൾ ആവുന്നുണ്ടല്ലോ. ഒന്നും പറയാനില്ല, സംഭവം സൂപ്പർ. നമ്മളെ ഇന്നലത്തെ മീനിൻ്റെ ചെറിയ കഷ്ണം. കറിയൊന്നും പറയാനില്ല, സംഭവം സൂപ്പറാണ് കേട്ടോ. നമ്മൾ കഴിക്കട്ടോ കേട്ടോ. ഓക്കെ.